لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر ذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بالتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരൻ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഒരു മലയാള പദം പോലെ വളരെ സുപരിചിതമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു പദം കൂടിയാണ് ബർക്ക. എന്താണ് ബർക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്, എങ്ങനെയാണ് ഒരാൾക്ക് ബർക്കത്ത് ഉണ്ടാവുക? എപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടുക? ഇതെല്ലാം വളരെ കൃത്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുകളും ഹദീസുകളും വെച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമതായി നമുക്ക് എന്താണ് ബർക്കത്ത് എന്ന് മനസ്സിലാകേണ്ടതുണ്ട്. അമുസ്ലിം സഹോദരങ്ങൾ പോലും നമുക്കിടയിൽ സാധാരണ വർത്തമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പദമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു ധാരണ ക്വാണ്ടിറ്റിയെ കുറിച്ചാണ്, അളവിനെ കുറിച്ചാണ്, ഒരുപാട് ഉണ്ടാകുന്നതിനെ പറ്റിയാണ് ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ എന്തോ കാരണം കൊണ്ട്. ഒരാൾക്ക് നല്ല സമ്പത്തുണ്ടായാൽ, അയാൾക്ക് ഒരുപാട് സമ്പത്തുണ്ടായാൽ അയാൾക്ക് നല്ല ബർക്കത്തുണ്ട് എന്ന് നമ്മൾ പറയും. സത്യത്തിൽ എന്താണ് ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആയത്തുകളും ഹദീസുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇതിനെപ്പറ്റി മനസ്സിലാകുന്നത്? അത് ഏതാനും കാര്യങ്ങൾ പറയാനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നത്തെ ഒരു സമയം ഉദ്ദേശിക്കുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബർക്കത്തിന്റെ ബർക്ക എന്ന് നമ്മൾ പറയുന്ന അനുഗ്രഹം എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയാം. അതൊരു പൂർണ്ണമായ മലയാളത്തിൽ പറയാവുന്ന പൂർണ്ണമായ ഒരു പരിഭാഷയല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം ഒരാളുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകുമെന്നതുപോലെ സമയത്തിൽ ബർക്കത്തുണ്ടാകും. നമ്മുടെ ശരീരത്തിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാവും. നമ്മുടെ മക്കളിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാവും.
നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് കിട്ടും. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ബർക്കത്ത് കിട്ടും. അള്ളാഹു പറഞ്ഞു നമ്മളോട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാത്തിന്റെയും ഉടമസ്ഥാധികാരം അള്ളാഹുവിന്റെ അടുക്കലാണ് എന്നതുപോലെ ബർക്കത്തിന്റെ, അനുഗ്രഹങ്ങളുടെ, ഞാനത് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് പോരാത്തതുകൊണ്ടാണ് ബർക്കത്ത് ബർക്കത്ത് എന്ന് തന്നെ ഇങ്ങനെ ആവർത്തിക്കുന്നത്. അതല്ല സത്യത്തിൽ അനുഗ്രഹം എന്ന് പറയുന്നത് കൊണ്ട് എന്താണോ നമുക്ക് മനസ്സിലാകുന്നത് അത് മാത്രമല്ല ബർക്കത്ത് എന്ന് പറയുന്നത്. ബർക്കത്തിന്റെ ഉടമ യഥാർത്ഥത്തിൽ അള്ളാഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയിൽ വെള്ളമില്ലാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ നിന്ന് ഒരു അമാനുഷിക ദൃഷ്ടാന്തം പ്രകടിപ്പിക്കപ്പെടുന്നു. വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ, കുടിവെള്ളത്തിന് പ്രയാസപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരൂ എന്ന് റസൂൽ പറഞ്ഞു. എന്തെങ്കിലും കുറച്ച് പാത്രത്തിന്റെ അടിയിലൊക്കെ ബാക്കി കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ വളരെ അടിയിൽ കുറച്ച് വെള്ളമുള്ള ഒരു പാത്രം കൊണ്ട് സ്വഹാബത്ത് വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കൈ ആ പാത്രത്തിലിട്ടു. ബർക്കത്താക്കപ്പെട്ട ശുദ്ധമായ കുടിവെള്ളം നിങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊള്ളൂ. വൽ ബറക്കത്തു മിനല്ലാഹ്. ഈ ബർക്കത്ത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുകയും ആ പാത്രത്തിൽ ധാരാളം വെള്ളമുണ്ടാവുകയും ചെയ്തു എന്നാണ്. ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്താണ്. ഒരു പ്രവാചകൻ എന്ന നിലക്കുള്ള അത്ഭുത പ്രവർത്തനമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെയ്തത്. അവിടെ നബി പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ബർക്കത്താണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പഠിപ്പിക്കുകയുണ്ടായി. ചില സ്ഥലങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് നൽകി. ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി ബിബക്ക മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. മക്കയെ പറ്റി പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആനിൽ ബിബക്കത മുബാറകൻ, മക്ക അനുഗ്രഹീതമായ മുബാറക്കായ ബർക്കത്താക്കപ്പെട്ട സ്ഥലമാണ് എന്ന് പ്രവാചക തിരുമേനി പരിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 96-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മക്ക അള്ളാഹുവിന്റെ ജന്മനാടാണ്, മദീന അഭയം നൽകിയ നാടാണ്. ആ മദീനയ്ക്ക് വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഇജ്അലിൽ മദീനത ളിഅഫൈ, അല്ലാഹുമ്മ ഇജ്അലിൽ മദീനത, അല്ലാഹുവേ നീ മദീനയെ ആക്കി തീർക്കണമേ. ലിഅഫൈ മാ ജഅൽത ബിമക്കത മിനൽ മുബാറക് മിനൽ ബറക, മക്കക്ക് നൽകിയതിനേക്കാൾ ഇരട്ടി ബർക്കത്ത് മദീനക്ക് നൽകണേ എന്ന് പറഞ്ഞ് റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. മക്ക എന്ന് പറയുന്ന നാടിന്, ആ മണ്ണിന്, ആ പ്രദേശത്തിന് അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മക്കക്ക് കൊടുത്തതിനേക്കാൾ ലിഅഫൈ, ഇരട്ടി ബർക്കത്ത് മദീനക്ക് നൽകണേ എന്ന് പറഞ്ഞ് റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ പരിസരങ്ങൾ ഖുർആൻ പറയുന്നുണ്ട് ബർക്കത്താക്കപ്പെട്ട സ്ഥലമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റും നാം ബർക്കത്താക്കിയിട്ടുള്ള ഒരു പ്രദേശമാണ് എന്ന് ആ സ്ഥലത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയും മസ്ജിദുൽ അഖ്സയെ പറ്റി പരിശുദ്ധ ഖുർആൻ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ബർക്കത്തുണ്ട്, ചില ആളുകൾക്ക് അവരെ തൊട്ട് ബർക്കത്ത് എടുക്കാൻ പറ്റുമെന്നുള്ള നിലക്കല്ല ഞാൻ പറയുന്നത്. ചില ആളുകൾക്ക് അള്ളാഹു നൽകിയ ആദരവ്, ബർക്കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാം. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഈസാ അലൈഹി ഇസ്ലാം പറയാണ്. ഖുർആനിൽ സൂറത്ത് മറിയമിൽ കാണാം, ഈസാ അലൈഹി ഇസ്ലാം പറയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ആത്താനിയൽ കിതാബ, അള്ളാഹു എനിക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജഅലനി നബിയ്യ, എന്നെ പ്രവാചകനാക്കിയിട്ടുമുണ്ട്. തൊട്ടിലിൽ കിടന്ന് ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളാണ്. വജഅലനി മുബാറകൻ,
അള്ളാഹു എന്നെ ബർക്കത്തുള്ളവനാക്കിയിരിക്കുന്നു, അള്ളാഹു എനിക്ക് ബർക്കത്ത് നൽകിയിരിക്കുന്നു. വജഅലനി മുബാറക്കൻ, അള്ളാഹു എനിക്ക് ബർക്കത്ത് നൽകിയിരിക്കുന്നു. ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും. വഔസ്വാനി, അള്ളാഹു എന്നോട് വസിയത്ത് നൽകിയിരിക്കുന്നു. ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ജീവിതകാലം അത്രയും സക്കാത്തും നമസ്കാരവും ശ്രദ്ധിക്കണം എന്ന് അള്ളാഹു എന്നോട് വസിയത്ത് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഈസാ അലൈഹിസ്സലാം. അപ്പൊ ചില വ്യക്തികൾക്ക്, സ്ഥലങ്ങൾക്ക്, സമയങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ സുഖ്രിൽ ആമിദി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അള്ളാഹു നമുക്ക് വേണ്ടി, അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിന് വേണ്ടി, റസൂലിന്റെ ഉമ്മത്ത് നമ്മളല്ല, നമ്മളടക്കമുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഉമ്മത്തിന് വേണ്ടി റസൂൽ നടത്തിയൊരു പ്രാർത്ഥന ഉണ്ട്, ബർക്കത്ത് ചോദിച്ചുകൊണ്ട്. അത് സമയം പറഞ്ഞിട്ടാണ്. അള്ളാഹുവേ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി, ബാരിക് ലി ഉമ്മത്തി, എന്റെ സമുദായത്തിന് നാഥ നീ ബർക്കത്ത് നൽകണേ. ഫീ ബുകൂരിഹാ, അവരുടെ പ്രഭാതത്തിൽ. എന്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ. ഒരാളെ പേര് ചോദിച്ചു, ആള് ചായ കുടിക്കാൻ വന്നില്ലേ, 8 മണി 8:30 മണിയായപ്പോ ആള് ചായ കുടിക്കാൻ വന്നില്ലേ എന്ന് ചോദിച്ചപ്പോ 24 വയസ്സുള്ള ചെറുപ്പക്കാരനെ പറ്റി വീട്ടുകാർ പറയണ 10 മണിക്ക് എണീക്കാറുള്ളൂ. അതൊരാദത്താണ്. നമ്മുടെയൊക്കെ വീടുകളില് മുതിർന്ന ആൺകുട്ടികളും മുതിർന്ന പെൺകുട്ടികളും അവരെപ്പോഴാണ് എണീക്കുക? സുബൈ നമസ്കരിച്ചു കഴിഞ്ഞ് നമസ്കരിക്കുന്നവർ നമസ്കരിച്ചിട്ട് പിന്നെ കടന്ന് 9 മണിക്കും 10 മണിക്കും 11 മണിക്കും ഒക്കെ എഴുന്നേൽക്കുക. എന്ത് കാര്യത്തിനാണെങ്കിലും, അത് പഠിക്കുന്നതിനാണെങ്കിലും ജോലി ചെയ്യുന്നതിനാണെങ്കിലും ഒരു യാത്രക്കാണെങ്കിലും എന്റെ ഉമ്മത്തിന് ബർക്കത്ത് കൊടുക്കണേ അള്ളാഹുവേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു സമയം പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി, അള്ളാഹുവേ എന്റെ സമുദായത്തിന് നീ ബർക്കത്ത് നൽകണേ. നമ്മൾ നേരത്തെ എഴുന്നേറ്റ് പരിചയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കാരണത്താൽ നമ്മൾ രാവിലെ ഉറങ്ങിപ്പോയാൽ നമുക്ക് തോന്നും ഇന്നത്തെ ദിവസം തന്നെ പോയി എന്ന് നമുക്ക് തോന്നും. ഉറങ്ങി ശീലമില്ലാത്ത ആളുകൾ രാവിലെ സുബഹി കഴിഞ്ഞ് എന്തെങ്കിലും കാരണത്താൽ ഉറങ്ങിപ്പോയാൽ പിന്നെ 9 മണിക്കോ 10 മണിക്കോ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഞാൻ തോന്നുന്നു ഇന്നത്തെ ദിവസം തന്നെ നഷ്ടപ്പെട്ടല്ലോ എന്ന് തോന്നും. അതിരാവിലെ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു സമയമാണ്. അള്ളാഹുവിൽ നിന്ന് ബർക്കത്ത് ചോദിച്ചു വാങ്ങിവെച്ചൊരു സമയമാണ് പ്രഭാതം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് നല്ല കാര്യങ്ങളും ദുനിയാവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ദീനുമായി ബന്ധപ്പെട്ടാണെങ്കിലും ജോലിയാണെങ്കിലും പഠനമാണെങ്കിലും അതിരാവിലെയുള്ള സമയം നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് റസൂല് ബർക്കത്ത് ചോദിച്ചു വാങ്ങിവെച്ച സമയമാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചില ഭക്ഷണങ്ങൾക്ക് ബർക്കത്തുണ്ട്. ഇപ്പോ നമ്മൾ പറയും നോമ്പെടുക്കുന്ന സമയത്ത് അത്താഴം കഴിക്കണം എന്ന് റസൂൽ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അത്താഴം കഴിക്കണം എന്ന് പറയുന്നത് സുബഹി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം പട്ടിണിയാണ്, അതിന് ഉള്ളതൊക്കെ നിങ്ങൾ അങ്ങോട്ട് സെറ്റപ്പാക്കി വെച്ചേക്ക് എന്ന അർത്ഥത്തിലല്ല. തസക്കറു, നിങ്ങൾ അത്താഴം കഴിക്കുക. ഫഇന്ന ഫിസ്സുഹൂരി ബർക്ക, നിങ്ങൾ എന്ത് കുറച്ച് കഴിച്ചാലും അതിലൊരു ബർക്കത്ത് ഉണ്ടാവും. നിങ്ങൾ ആ സമയത്ത് കഴിക്കുന്ന ഒരു ഭക്ഷണം ഉണ്ടല്ലോ, ചിലര് കാരക്ക മാത്രം കഴിക്കും, ഈത്തപ്പഴം മാത്രം കഴിക്കും, എന്തെങ്കിലും നട്സ് മാത്രം കഴിക്കും, കുറച്ച് വെള്ളം കുടിച്ച് എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു പലഹാരം കഴിക്കും, അങ്ങനെയൊക്കെ നോമ്പെടുക്കും. അത് ബർക്കത്താണ്. വയറ് നിറച്ച് തിന്ന് വൈകുന്നേരം വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സമയം തന്നല്ല. ആ സമയത്ത് കഴിക്കുന്നത് ആ സമയത്തെ ഭക്ഷണത്തിന്, നിങ്ങൾ അത്താഴം ആ സമയത്ത് എഴുന്നേറ്റ് കഴിക്കുന്ന ഭക്ഷണത്തിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ട് എന്ന് പറയാം. അനസ് റളിയല്ലാഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഇന്നഹാ മുബാറക്കത്തുൻ ഇന്നഹാ തആമു തഅമിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് അനുഗ്രഹീതമാണ്, ഏറ്റവും ബർക്കത്ത് നൽകപ്പെട്ട ഭക്ഷണമാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഇദാ അഫ്തറ അഹദുക്കും, നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫൽയുഫ്തിർ അലാ തംറിൻ, നിങ്ങളൊരു കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക. ഇതിനെ കാരക്ക കൊണ്ട് അല്ലാത്ത നമ്മളിപ്പോ നാരങ്ങ വെള്ളം കുടിച്ച് നോമ്പ് തുറന്നാൽ നോമ്പിന്റെ ഫലത്തെ ബാധിക്കുമോ? നമ്മളിപ്പോ സാധാരണ വെള്ളം കുടിച്ച് നോമ്പ് തുറന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആൾക്കാരിങ്ങനെ സംശയങ്ങൾ ചോദിക്കും. എന്തിനാ കാരക്ക കൊണ്ട് തുറക്കണം എന്ന് പറയുന്നത്? ഫൈനഹു ബർക്കത്തുൻ, ആ സമയത്ത് കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുന്നതിൽ ഒരു ബർക്കത്തുണ്ട്.
അള്ളാഹു അതിൽ ഒരു പ്രത്യേക പുണ്യവും അനുഗ്രഹവും ആ കാരക്കയിൽ, ആ ഭക്ഷണത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് അതിലൊരു ബർക്കത്തുണ്ട് എന്ന് പറയണം. ഫൈനമിജത് തമ്രൻ, നിങ്ങൾക്ക് കാരക്ക കിട്ടിയിട്ടില്ലെങ്കിൽ ഫൽമാ ഫൈനഹു തഹൂർ, വെള്ളം കുടിക്കാം എന്ന് പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഭക്ഷണത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകും. കിതാബ്, പരിശുദ്ധ ഖുർആൻ ബർക്കത്തുള്ള അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതഹു വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബ്, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ബർക്കത്ത് നൽകപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്ന് പഠിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, പടച്ചോനെ എനിക്കിങ്ങനെ ബർക്കത്ത് തരണേ, കൂട്ടി ബർക്കത്ത് തരണേ, അങ്ങനെയല്ല റസൂൽ പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമുക്ക് കുറെ സൗകര്യങ്ങൾ ഉണ്ടാകാം, വലിയ സംവിധാനങ്ങൾ ഉണ്ടാകാം, വലിയ വീടുണ്ടാകുക, ആഡംബര കാറുണ്ടാകുക, അപ്പൊ നമുക്ക് ബർക്കത്തുണ്ടായി. അങ്ങനെയല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, അള്ളാഹുന്റെ റസൂൽ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ബാരിക് ലീ ഫീമാ അഅ്തൈത, എനിക്ക് തന്നതിൽ നീ ബർക്കത്ത് തരണം. നമ്മളതിൽ 100 രൂപയുള്ളത്, അള്ളാഹു അതിൽ ബർക്കത്ത് തരും. അത് 200 ആവുമല്ല. 100 രൂപയിൽ അള്ളാഹ് ബർക്കത്ത് തരിക എന്ന് പറഞ്ഞാൽ 100 10 ഇരട്ടി ആയി മാറി 1000 ആയി. നാളെ സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു 1000 രൂപ നമ്മുടെ മുമ്പിൽ വരിക എന്നതല്ല. ഈ 100 രൂപയുടെ, പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്യുമ്പോൾ, ബർക്കത്ത് ചർച്ച ചെയ്യുമ്പോൾ, ഈ 100 രൂപയുടെ ഒരു നയാ പൈസ പോലും അന്യായമായി നഷ്ടപ്പെടാതെ അത് പൂർണ്ണമായി നമുക്ക് പ്രയോജനപ്പെടുന്നതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. 100 രൂപ നമ്മുടെ കയ്യിൽ ഉള്ളതെന്താണെങ്കിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫീമാ അഅ്തൈത, നീ തന്നതിൽ അതിൽ ബർക്കത്ത് തരണേന്നാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നശിച്ചു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. ഒരു ഞായറാഴ്ച നമുക്ക് എങ്ങനെയാ പോയത്, എന്തിനാ ഞായറാഴ്ച പോയത്, നമ്മളിങ്ങനെ പറയും. നേരം വെളുത്ത് വൈകുന്നേരം ആയത് അറിഞ്ഞില്ല, ഒരു ഞായറാഴ്ച ഒന്നും അല്ലാണ്. അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ ഓഫീസിൽ പോകും, ജോലിക്ക് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും പണിക്ക് പോകും, കച്ചവടം ചെയ്യും, കടയിൽ പോകും, കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്നതാണ്. ഒരു ഞായറാഴ്ച കിട്ടിയിട്ട് അവസാനം നമ്മളിങ്ങനെ മഗ്‌രിബ് കഴിഞ്ഞ് ഇശാ കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് നോക്കുമ്പോൾ ഒരു ഞായറാഴ്ച വെറുതെ അങ്ങോട്ട് പോയല്ലോ എന്ന് നമുക്ക് തോന്നും. സമയത്തിൽ അള്ളാഹു ബർക്കത്ത് തരിക എന്ന് പറഞ്ഞാൽ ആ സമയത്തിന്റെ എല്ലാ സെക്കൻഡുകളും പ്രയോജനപ്രദമായ വിധം അള്ളാഹു ആക്കി തീർക്കുക എന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് തരും. അതെന്താ, നമുക്ക് കുറെ മക്കൾ ഉണ്ടാവലല്ല. ദാമ്പത്യ ജീവിതത്തിലെ ബർക്കത്ത് എന്ന് പറയുന്നത് എല്ലാ സമയവും ദമ്പതിമാർ തമ്മിലുള്ള അടുപ്പവും ഇണക്കവും ഉണ്ടാവുക എന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ ബർക്കത്ത് എന്ന് പറയുന്നത്. മക്കളിൽ അള്ളാഹു ബർക്കത്ത് തരും. മക്കളിൽ അള്ളാഹു ബർക്കത്ത് തരിക എന്ന് പറഞ്ഞാൽ എല്ലാതും ആൺകുട്ടികളെ തരിക. എന്നവനും ബർക്കത്ത് കിട്ടി. 4 പെൺകുട്ടികളാണ്. 5ാമത്തെയും പെൺകുട്ടിയായപ്പോ ഉമ്മാക്കും ബാപ്പാക്കൊക്കെ ഒരു അസ്വസ്ഥത വരിക. അപ്പൊ അത് ബർക്കത്തില്ലാത്ത മക്കളും 5 ആൺകുട്ടിയാണെങ്കിൽ അത് ബർക്കത്തുള്ള മക്കളും. അങ്ങനെയല്ല. പിന്നെയോ, മക്കളിൽ ബർക്കത്ത് തരിക എന്ന് പറഞ്ഞാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തന്ന മക്കൾ മുഴുവൻ നമുക്ക് പ്രയോജനപ്രദമാകുക, നമുക്ക് ഉപകാരപ്പെടുക. കുടുംബത്തിനും നാടിനും വീടിനും സമൂഹത്തിനും ഉപകാരപ്പെട്ട മക്കളായി മക്കൾ മാറുമ്പോ ആ മക്കളിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ട്. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഫീമാ അഅ്തൈത, ഒരുപാട് തരണേന്നല്ല, തന്നതിൽ ബർക്കത്ത് നൽകണേ. അങ്ങനെയാ പ്രാർത്ഥിക്കേണ്ട അള്ളാഹിനോട്. അള്ളാഹുവെ എനിക്ക് ഒരുപാട് തരണേന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുവെ എണ്ണമല്ല, ക്വാണ്ടിറ്റി അല്ല, അളവ് കൂടുതൽ ഉണ്ടാവുകയല്ല, അത് ഭാരമായി മാറും, അത് പ്രയാസമായി മാറും. ഇതെങ്ങട്ടാ പോയി എന്നറിയാതെ നമ്മൾ കഷ്ടപ്പെടും. കുറേ പൈസ ഉണ്ടായാൽ സുഖസുന്ദരമായി ജീവിക്കാം എന്ന് നമ്മൾ കരുതരുത്. ഉള്ള പണം നമുക്ക് ഒരു വിധത്തിലും നഷ്ടമാകാതെ 100% പ്രയോജനപ്രദമാവുക എന്ന് പറഞ്ഞാൽ അത് ആ പണത്തിൽ നമുക്ക് കിട്ടിയതിൽ ബർക്കത്തുണ്ടാവുക എന്നതാണ്. നബി ഹുറൈറത്ത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസൽ ഐന, നിങ്ങൾ ഒരിക്കലും ഐശ്വര്യം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. റസൂൽ പറയാണ്, നമുക്കൊരു വലിയ കൺസെപ്റ്റ് പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ 50,000 കൊടുത്ത് മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിരുന്നാൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ കോൺസെപ്റ്റ് സമ്പത്തിനെ കുറിച്ചും ഐശ്വര്യത്തെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കാൻ. ലൈസൽ ഐന, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അൻകസ്റത്തിൽ അർള്, ഒരുപാട് പണം ഉണ്ടാകലാണ് ഐശ്വര്യം ഉണ്ടാവുക എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വലാകിന്നൽ ഐന, ഐശ്വര്യം എന്ന് പറയുന്നത് ഐനൻ നഫ്സ്, നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്നതാണ്.
10,000 കയ്യിലുള്ളപ്പോഴും 1000 കയ്യിലുള്ളപ്പോഴും ഒരുപോലെ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ 1000 ഉള്ളൂ, 10,000 ഇല്ല എന്ന നിരാശ ഒരിക്കലും ബാധിക്കൂല. അതുകൊണ്ട് ഇനാന്ന് പറഞ്ഞാൽ അട്ടി കൂടുമ്പോഴാണ് ഐശ്വര്യം എന്ന് നിങ്ങൾ കരുതരുത്. കട്ടി കൂടുമ്പോഴാണ് ഐശ്വര്യം എന്ന് നിങ്ങൾ കരുതരുത്. എണ്ണം കുറഞ്ഞാലും വണ്ണം കുറഞ്ഞാലും ഐശ്വര്യം നിങ്ങളുടെ മനസ്സിലാണ്. മനസ്സിൽ തൃപ്തി ഉണ്ടാകുമ്പോ, മനസ്സ് സമ്പന്നമാകുമ്പോ നിങ്ങൾ ലോകത്ത് ഏറ്റവും സമ്പന്നനായി ജീവിക്കും. മനസ്സിൽ എപ്പോഴും ദാരിദ്ര്യവും മോഹങ്ങളും ആഗ്രഹങ്ങളും ഇല്ലായ്മയും വല്ലായ്മയും കൊതിയും ഇനിയും വേണം എന്ന ചിന്തയുമാണെങ്കിൽ അയാൾ ആസ്വദിക്കുന്നില്ല അയാളുടെ ജീവിതത്തെ. അയാൾക്ക് ഐശ്വര്യമില്ല. അയാള് 1000 കിട്ടിയപ്പോ 10,000 കിട്ടിയ ആളെ കൊതിയോടെ നോക്കി നിന്നു. 10,000 കിട്ടിയപ്പോ ലക്ഷങ്ങളുള്ള മനുഷ്യന്റെ നേരെ ആർത്തിയോടുകൂടെ ആ മനുഷ്യൻ നോക്കി നിന്നു. ലക്ഷം കിട്ടിയപ്പോ അയാൾക്ക് മുകളിൽ 10 ലക്ഷം കിട്ടുന്നവനെ കാണുന്നു. 10 ലക്ഷം കിട്ടിയപ്പോ അയാൾക്ക് മുകളിൽ കോടികൾ സമ്പാദിക്കുന്നവനെ കാണുന്നു. നിങ്ങളുടെ മനസ്സിന് ഐശ്വര്യമുള്ളവരായി മാറുക. നിങ്ങളുടെ മനസ്സിനാണ് സമ്പത്തുണ്ടാകേണ്ടത്. കയ്യിലല്ല, ബാങ്ക് അക്കൗണ്ടിലല്ല, നിങ്ങളുടെ ചെക്ക് ബുക്കുകളിലല്ല, നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ പേയ്മെന്റുകളിലല്ല നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാകേണ്ടത് നിങ്ങളുടെ മനസ്സിനകത്താണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാ മേഖലകളിലും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ബർക്കത്തുണ്ടാവും. അള്ളാഹു അനുഗ്രഹങ്ങൾ തരും ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അനസുൻ ഖാദിമു, അനസ് താങ്കളുടെ സേവകനാണ്. ഇത് ലഹു, അള്ളാഹുവിന്റെ പ്രവാചകരെ അദ്ദേഹത്തിന് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണേ. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു ഫീമാ അഅതൈ, അള്ളാഹുവിന്റെ പ്രവാചകൻ അനസ് റളിയല്ലാഹുവിന് സമ്പത്തും മക്കളും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചു. സമ്പത്തും മക്കളും കൊടുക്കണേ എന്നല്ല പ്രാർത്ഥിച്ചത്. എന്നിട്ട് അതിന്റെ കൂടെ വബാരിക് ലഹു, അള്ളാഹുവേ നീ അദ്ദേഹത്തിന് ബർക്കത്തും കൂടെ കൊടുക്കണം. അപ്പൊ മക്കൾ ഉണ്ടാകലല്ല ബർക്കത്ത്. കുറെ മക്കൾ ഉണ്ടായാൽ ബർക്കത്തായി എന്ന് കാണരുത്. സമ്പത്ത് ഉണ്ടാകലല്ല ബർക്കത്ത്. അള്ളാന്റെ റസൂൽ അക്സിർ മാലഹു, അദ്ദേഹത്തിന് സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. വർദ്ധനവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെ നിർത്തിയില്ല റസൂൽ. എന്നിട്ട് റസൂൽ പ്രാർത്ഥിച്ചെന്താ, വബാരിക് ലഹു, അദ്ദേഹത്തിന് കൊടുക്കുന്ന സമ്പത്തിൽ ഫീമാ അഅതൈതഹു, എത്ര സമ്പത്താണോ അനസിന് കൊടുക്കുന്നത് അത്രയും സമ്പത്തിൽ നീ അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കണേ എന്നുകൂടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയെ പറ്റി പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ബർക്കത്ത് ഉണ്ടാവുക, ഞാൻ ആവർത്തിക്കുന്നു, മലയാളം പോലെ നമ്മൾ പറയുന്ന ഒരു സാധനമാണ് ബർക്കത്ത് ഉണ്ടാവുക. അങ്ങനെ ഒരു സുപരിചിതമായ പദമാണ് ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. എന്നാൽ ബർക്കത്ത് അളവ് കുറെ കിട്ടലല്ല. നമ്മുടെ ജീവിതത്തിൽ എന്താണോ കിട്ടിയത് ആ കിട്ടിയത് 100% നമുക്ക് പ്രയോജനപ്പെടുകയും കിട്ടിയതിൽ നമുക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവുകയും ചെയ്യുന്ന മനസ്സുണ്ടാകലുമാണ് ബർക്കത്ത് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു അവനെ ഭയപ്പെടുന്ന, സൂക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് അനുസരിച്ച് പാലിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ കുടുംബസമേതം റബ്ബ് നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഅറാഫിലെ 96-ാമത്തെ ആയത്താണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. അള്ളാഹു നമ്മളോട് എങ്ങനെയാണ് അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുക എന്ന് പറയാണ്. എന്തുണ്ടായാലാണ് അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുക? നമ്മൾ എങ്ങനെ ജീവിച്ചാലാണ് അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുക? അത് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒന്നാമത്തെ ഒരു കാര്യം മാത്രം, ഒരായത്ത് മാത്രം ബർക്കത്തുണ്ടാകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ആയത്ത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.
വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ. രണ്ട് നിബന്ധനകളാണ് ബർക്കത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹു നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. വലൗ അന്ന അഹ്ലൽ ഖുറാ, നാട്ടുകാർ, വലൗ അന്ന അഹ്ലൽ ഖുറാ, ഗ്രാമീണർ, മനുഷ്യർ, ആമനൂ വത്തഖൗ, അവർ വിശ്വസിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്താൽ, ഈമാനും തഖ്വയും ഉണ്ടായാൽ, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഭയഭക്തിയും ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ലഫതഹ്ന, നാം തുറന്നു കൊടുക്കും, അലൈഹിം, അവരുടെ മേൽ, ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമെല്ലാമുള്ള, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമെല്ലാമുള്ള ബർക്കത്തുകളുടെ, അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ നാം അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കും. പക്ഷെ വലാകിൻ കദ്ദബു, അവരിതൊക്കെ കളവാക്കുകയാണ് മനുഷ്യർ. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ശിക്ഷയ്ക്ക് അവർ പിടികൂടപ്പെടുകയാണ് ചെയ്യുക. ഇതാണ് ആയത്തിലുള്ളത്. അതിന്റെ ആദ്യ ഭാഗമാണ് നമ്മുടെ വിഷയത്തോട് നേർക്ക് നേരെ ബന്ധമുള്ളത്. വലൗ അന്ന അഹ്ലുൽ ഖുറ, നാട്ടുകാർ, ഗ്രാമീണരായ ആളുകൾ, അവർ ആമനൂ വത്തഖൗ, ഈമാനോടുകൂടെ അവർ ജീവിച്ചാൽ, നമ്മുടെ ഈമാനിന് പരലോകത്ത് മാത്രമല്ല പ്രതിഫലം കിട്ടുക, നല്ല മുഅ്മിനായി തഖ്വയോടുകൂടെ ജീവിച്ചാൽ ബർസഖി ജീവിതത്തിൽ അനുഗ്രഹവും പാരത്രിക ജീവിതത്തിൽ സ്വർഗം കിട്ടും എന്ന് മാത്രമല്ല, അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, അള്ളാഹു ആകാശഭൂമികളിൽ നിന്നുള്ള ബർക്കത്തുകളുടെ കവാടങ്ങൾ തുറക്കുന്നതാണ്. എന്നിട്ട് ഈമാനുള്ള എല്ലാവർക്കും വലിയ വലിയ സംവിധാനങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, അങ്ങനെ വിചാരിക്കരുത്. ബർക്കത്ത് എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ ജീവിതത്തിലുള്ളത് അതാണ് ഏറ്റവും വലിയ സമ്പന്നത എന്ന് കരുതുന്ന മനസ്സിനാണ് ബർക്കത്ത്, ഐശ്വര്യം, അനുഗ്രഹം എന്നൊക്കെ പറയുന്നത്. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകും. നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെന്താണെങ്കിൽ സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, സമാധാനത്തോടെ ഉള്ള വിഭവങ്ങൾ വെച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടിയാൽ അതിനേക്കാൾ വലിയ വേറെ എന്ത് അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹിനോട് ചോദിക്കാനുള്ളത്? അതെങ്ങനെയാണ് അള്ളാഹ് നമുക്ക് തരിക? അതിന് അള്ളാഹു രണ്ട് മാർഗമാണ് നമ്മളോട് പറഞ്ഞത്. വലൗ അന്ന അഹ്ലുൽ ഖുറ ആമനു, ഒന്ന് നമ്മുടെ ഈമാനാണ്. നമ്മുടെ വിശ്വാസത്തിന് അള്ളാഹു നേർക്ക് നേരെ പ്രതിഫലം തരും. ഈമാൻ ഉണ്ടെങ്കിൽ മരിച്ചാൽ പരലോകത്ത് സ്വർഗം കിട്ടും, അത് മരണാനന്തരം സംഭവിക്കാനുള്ളതാണ്. പക്ഷെ ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹു ദുനിയാവിൽ ബർക്കത്ത് തരും. ഇത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ 7-ാം അധ്യായം സൂറത്ത് അറാഫിലെ 96-ാമത്തെ ആയത്തിൽ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരും, നിങ്ങൾക്ക് തഖ്വ ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരും. ഇത് ഈ രൂപത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവും റസൂലും ആയത്തുകളിലും ഹദീസുകളിലും നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബർക്കത്ത് കിട്ടും, നിങ്ങൾ ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് ബർക്കത്ത് കിട്ടും. ആ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയിലെ ഖുത്ബയിൽ നമുക്ക് വിശദീകരിക്കാം. ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞത് ബർക്കത്ത് അള്ളാഹു തരുന്ന അനുഗ്രഹമാണ്. സമ്പത്തിലും സമയത്തിലും ആരോഗ്യത്തിലും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും മക്കളിലും ദാമ്പത്യത്തിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് തരും. ആ ബർക്കത്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളോട് നിബന്ധനയായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ വിശ്വാസമാണ്, അഖീദയാണ്, ഈമാനാണ്. രണ്ടാമത്തത് നമ്മുടെ തഖ്വയാണ്. പടച്ചോനിൽ വിശ്വസിച്ച് പടച്ചോൻ പറയുന്നത് പോലെ ജീവിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് ആകാശങ്ങളിൽ നിന്ന് മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുള്ള ബർക്കത്തുകൾ തുറക്കപ്പെടും, അനുഗ്രഹങ്ങൾ തുറക്കപ്പെടും എന്നാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ, സഹോദരീ സഹോദരന്മാരുടെ, ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള അനുഗ്രഹവും ബർക്കത്തും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ സഹോദരീ സഹോദരന്മാർ അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ അല്ലാഹുമ്മ അജർനാ മിനൻ നാർ അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما.